ഷാലോം ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകരെയും 33 ദിവസത്തെ മരിയൻ പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കത്തിൻ്റെ 10ാം ദിവസത്തെ ശുശ്രൂഷകളിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മാതാവേ സൗവർണ സ്വർഗീയ സൂനമേ പാവന സ്നേഹത്തിൻ പൂന്തന്നലേ പരിശുദ്ധ ദൈവത്തിൻ മാതാവേ സ്വർലോകരാജ്ഞിയ മാതാവേ സൗവർണ സ്വർഗീയ സൂനമേ പാവന സ്നേഹത്തിൻ പൂന്തന്നലേ പരിശുദ്ധ ദൈവത്തിൻ മാതാവേ ആവേ 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 മരിയ ആവേ 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 മരിയ കദനത്തിലണയുന്ന കാരുണ്യമേ കണ്ണീർ തുടയ്ക്കുന്ന ആശ്വാസമേ വാത്സല്യത്തിൻ നറുതേൻ പകരും വ്യാകുല നാദേ വരദായികേ ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ മരിയ. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാവട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് ഇരിക്കുക.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് മരിയൻ പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ 10ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ജഡികാസക്തിയെ ജയിക്കുക, കോൺകർ ചെയ്യണം. ഒരു വലിയ യുദ്ധത്തിന് ശേഷം അതിനെ ജയിക്കണം. ജഡികാസക്തിയെ ജയിക്കുക എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 21-ാം അധ്യായത്തിൽ 27-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ വചനം ഒരു വലിയ മുന്നറിയിപ്പ് നൽകുകയാണ്. റെവലേഷൻ ചാപ്റ്റർ 21 വേഴ്സ് 27. കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ. കുഞ്ഞാടിൻ്റെ സ്വന്തമായിട്ടുള്ളവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ, സ്വർഗത്തിൽ പ്രവേശിക്കൂ. അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും കൗടില്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല. ഇത് വളരെ വ്യക്തമായ ഒരു പ്രബോധനമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അശുദ്ധമായതൊന്നും, ഇപ്പം ഞാനും നിങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ഈ ഭൂമിയിൽ ജീവിക്കുമ്പം സ്വർഗത്തിൽ പ്രവേശിക്കാൻ തക്കവണ്ണം നമ്മുടെ ആത്മാവിനെ, നമ്മുടെ ജീവിതത്തെ നമ്മൾ വിശുദ്ധി കൊണ്ട് പൊതിയണം. നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നതോടെ എങ്ങനെ വേണം പരിശുദ്ധി? ദൈവപിതാവിനെ പോലെ പരിശുദ്ധി. പത്രോസിലേക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 15-ാമത്തെ തിരുലിഖിതം, 1 പീറ്റർ ചാപ്റ്റർ 1 വേഴ്സ് 15, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ. ദൈവത്തിൻ്റെ വചനം ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ, ദൈവപിതാവ് പെർഫെക്റ്റ് ആയിരിക്കുന്നത് പോലെ നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കണം, നമ്മൾ പരിശുദ്ധനായിരിക്കണം. നമ്മൾ അതിനുവേണ്ടി ഈ ദിവസങ്ങൾ ഒരുങ്ങുകയാണ്. ഈ 33 ദിവസം ഒരുങ്ങി നമ്മളെ പൂർണ്ണമായി ഈശോയ്ക്ക് സമർപ്പിക്കാൻ വേണ്ടി. വെളിപാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം 14-15 വാക്യങ്ങൾ, ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 22 വേഴ്സസ് 14 and 15. ജീവൻ്റെ വൃക്ഷത്തിൻ്റെ മേൽ അവകാശം ലഭിക്കാനും കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കൾ എന്ന് പറഞ്ഞാൽ സെക്ഷുവൽ പെർവേർട്സ്, നായ്ക്കളും എന്ന് പറഞ്ഞാൽ ലൈംഗിക അരാജകത്വത്തിൽ ജീവിക്കുന്ന അവസ്ഥയുള്ളവർ. നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകികളും വിഗ്രഹാരാധകരും അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും പുറത്ത്. അല്ല, സ്വർഗത്തിൽ പരിശുദ്ധി അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ വിശുദ്ധിക്ക് വലിയ സ്ഥാനം. വിശുദ്ധ ജീവിതം, ശുദ്ധത. അതുകൊണ്ട് ഈ ഒരു ജഡീക പാപത്തിൻ്റെ മേഖലകളെക്കുറിച്ച് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കണം. വിശുദ്ധ അൽഫോൻസ് ലിഗോരി ഈ ഒരു കാര്യത്തെക്കുറിച്ച് ദൈവമക്കളെ ഉത്ബോധിപ്പിക്കുകയാണ്. ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരാണ് നമ്മൾ ഈ ദിവസങ്ങൾ അതിനുവേണ്ടി മനസ്സ് വെച്ച് ശരിക്കും ആഗ്രഹിച്ചൊരുങ്ങുകയാണ്. വിശുദ്ധ അൽഫോൻസ് വിശുദ്ധന്മാരുടെയും ബൈബിളിലെയും സഭാപിതാക്കന്മാരുടെയും സഭാ ചരിത്രത്തിലെ എല്ലാ കാര്യങ്ങൾ നമ്മളെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തി തരികയാണ്. വിശുദ്ധ അൽഫോൻസ് ലിഗോരി എന്താ പറയണത്? ജഡികാസക്തിയെ കീഴടക്കുന്നയാൾ അനായാസം മറ്റെല്ലാ തിന്മകളെയും പ്രലോഭനങ്ങളെയും കീഴടക്കും. മറിച്ച് അശുദ്ധിയുടെ നിഷ്ഠൂര വാഴ്ചയ്ക്ക് അടിമപ്പെട്ടു പോകുന്ന ഒരാൾ വളരെ പെട്ടെന്ന് മറ്റനേകം തിന്മകളിൽ ചെന്ന് നിപതിക്കുന്നു. വൈരാഗ്യത്തിലേക്കും അനീതിയിലേക്കും ദൈവനിന്ദയിലേക്കും മറ്റ് പല ദുർനടപ്പിലേക്കും അയാൾ നിപതിക്കുന്നു. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് വിശുദ്ധിക്ക് വേണ്ടിയുള്ള പരിശ്രമിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിൽ തലപ്പെട്ട ഒരു മേഖലയുണ്ടാവും, ഒരു ആസക്തി ഉണ്ടാവും. ആ ആസക്തിനെ ചിലർക്കത് ഭക്ഷണാസക്തി ആയിരിക്കും, ചിലർക്കത് ജഡികാസക്തി ആയിരിക്കും, ചിലർക്ക് ദ്രവ്യാസക്തി. ആ മെയിൻ ഒരു ദുഷ്പ്രഭുത്വം, ഒരു ആധിപത്യ ശക്തി ഉണ്ടാവും. അതിനെ കീഴ്പ്പെടുത്തിയാൽ ബാക്കി എല്ലാ തിന്മകളും പെട്ടെന്ന് നമ്മുടെ നിയന്ത്രണത്തിന് കീഴിലാവും. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഗൗരവത്തിൽ ചിന്തിക്കണം. മറ്റെല്ലാ തിന്മകളെയും കീഴ്പ്പെടുത്താൻ തലപ്പെട്ട ദോഷത്തെ ആദ്യം നമ്മൾ കീഴ്പ്പെടുത്തണം. ലോറൻസ് കുപ്പോളി എന്നൊരു വലിയൊരു ദൈവജ്ഞാനിയുണ്ട്. ഒരു ആത്മീയ മണ്ഡലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ദൈവ ശുശ്രൂഷകൻ. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് അദൃശ്യ പോരാട്ടം. ആ അദൃശ്യ പോരാട്ടം എന്ന പുസ്തകത്തിൽ ലോറൻസോസ് കുപ്പോളി എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്?
പ്രഭാഷകൻ്റെ പുസ്തകത്തിലെ വചനമാണ് അദ്ദേഹം എടുത്ത് പറയുന്നത്. നിങ്ങളുടെ ശത്രുവിനെ ഒരിക്കലും വിശ്വസിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ശരീരത്തെ ഒരിക്കലും വിശ്വസിക്കരുത്. എന്തെന്നാൽ ചെമ്പിലെ ക്ലാവ് പോലെ അവൻ്റെ ദുഷ്ടത നിന്നെ നശിപ്പിക്കും. ഈ ശരീരത്തെ നമ്മളെപ്പോഴും അങ്ങോട്ട് ഒരു മുഖവിലയ്ക്ക് എടുക്കരുത്. കാര്യം നല്ല വിശുദ്ധമായി നമ്മളോട് യോജിച്ചിരിക്കുന്ന പോലെ തോന്നും, പക്ഷേ അത് നമ്മളെ ഒരുപാട് ദുർബലപ്പെടുത്തി കളയും. തുടർന്ന് അദ്ദേഹം പറയുകയാണ്, നമ്മൾ വീണ്ടും കാണുകയാണ്, കുറച്ച് കാലത്തേക്ക് നിങ്ങളുടെ ശരീരത്തിൻ്റെ ദംശനം ഉണ്ടായില്ലെങ്കിലും ഈ കാര്യത്തിൽ നിങ്ങൾ വിശ്വസിക്കരുത്, സ്വയം ആശ്രയിക്കരുത്, സ്വയം ആശ്വസിക്കരുത്. എന്തെന്നാൽ 3 വട്ടം ശപിക്കപ്പെട്ട ഈ തിന്മ, ആ സർപ്പം നിരവധി വർഷമായി ചെയ്യാതിരുന്നതായാലും ഒരൊറ്റ നിമിഷം കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ ചെയ്യാൻ അത് പ്രാപ്തമാണ്. എന്ന് പറഞ്ഞാൽ ഈ ഒരു തിന്മയുടെ കരാള ഹസ്തത്തിലേക്ക് സെക്കൻഡുകൾ കൊണ്ട് വീണ് പോകാം. അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി നനച്ചിരിക്കാത്ത നേരത്ത് ശരീരത്തിൽ അശുദ്ധ പാപത്തിൻ്റെ ആധിപത്യം ഉണ്ടാകാം എന്ന് ഈ ഒരു ആത്മീയ നേതാവ് മുന്നറിയിപ്പ് നൽകുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശരീരം അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, നിശബ്ദമായി അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മളിപ്പോൾ നല്ല പ്രാർത്ഥനയാണ്, കുറേ വർഷങ്ങളായി, ഒരു കുഴപ്പമില്ല, ഇപ്പോൾ ഒരു ടെംപ്റ്റേഷനും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല, അപ്പോൾ ഓക്കെ, ഐ ആം പെർഫെക്റ്റ്, നോ പ്രോബ്ലം, നൗ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് എവറിത്തിങ് ഈസ് ഓക്കെ, കർത്താവിൻ്റെ കരുണയാൽ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ ആയിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിശബ്ദമായി നിങ്ങളുടെ ശരീരത്തിൽ ഈ തിന്മയുടെ അരൂപി, ഈ തിന്മയുടെ ദുരാസക്തി നിശബ്ദമായി തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജഡം നിങ്ങളുടെ സുഹൃത്താകാൻ പലപ്പോഴും വലിയ അഭിനയം നടത്തും, സംശയത്തിന് ഇടയില്ലാത്ത വിധം. എന്നാൽ കപടവുമായി അത് നമ്മളെ സമീപിക്കും. ജഡം എത്ര ഭംഗിയായും സംശയലേശമില്ലാതെയും നിങ്ങൾക്കരികിൽ അഭിനയിക്കുന്നുവോ അത്രമാത്രം ഗുരുതരമായ ഒരു അപകടം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അത് ഭാവിയിൽ മരണം പോലും ഉണ്ടാക്കുമെന്ന് അറിഞ്ഞിരിക്കുക. ഇപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല, ശാന്തമാണെന്ന് വിചാരിക്കുക. അങ്ങനെ ശാന്തമാണെന്ന് വിചാരിച്ചാലും എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ശരീരത്തെ വിശ്വസിക്കരുത്. ഈ ജഡിക പാപത്തിൻ്റെ വഴികളിലൂടെ ഒരു അനുഭവത്തിലേക്ക് വന്നു പോയൊരു വ്യക്തി ഏതു സമയം അതിൻ്റെ ഒരു ആക്രമണം നമ്മൾ പ്രതീക്ഷിക്കും. അത് നിശബ്ദമായി ശരീരത്തിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. എത്രമാത്രം കാലം കഴിഞ്ഞാണോ വരണത് അത്രമാത്രം ചിലപ്പോൾ അതെന്ത് ചെയ്യും, അത് ഭയങ്കരമായി തയ്യാറെടുപ്പോടുകൂടിയായിരിക്കും. പെട്ടെന്ന് നമുക്ക് എതിർക്കാൻ പറ്റാത്ത വിധം വീണു പോകുന്ന വിധം നമ്മളെ കൗശലത്തിൽ കൊടുക്കാൻ വേണ്ടി അത് ശരീരത്തിൽ തയ്യാറെടുക്കുന്നുണ്ട് എന്ന് ഞാനും നിങ്ങളും ഒന്ന് ഓർത്തിരിക്കണമെന്നാണ് ഈ ഒരു ആത്മീയ ഒരു പ്രബോധകൻ നമുക്ക് തരുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ പോരാട്ടത്തിൽ വളരെ ശ്രദ്ധിക്കണം. വിശുദ്ധ അഗസ്തീനോസ് പറയുകയാണ്, ഇതിനത് പലർക്കും ശ്രദ്ധയില്ല, അശ്രദ്ധയാണ്. അതുകൊണ്ട് പലരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, കേരളത്തിൽ നടക്കുന്നു. ഒട്ടനവധി പാതാളത്തിൻ്റെ ആർത്തി വർദ്ധിച്ചിരിക്കുന്നു, സീമാതീതമായി വാപിളർന്നിരിക്കുന്നു. ജെറുസലേമിലെ കുലീനരും വലിയവരും ചെറിയവരും ഒന്നടങ്കം അതിൽ നിബദിക്കുന്നു. ഈ പോരാട്ടത്തിൽ വളരെ കുറച്ച് പേർ മാത്രമേ വിജയം കരസ്ഥമാക്കാറുള്ളൂ. വിശുദ്ധ അഗസ്തീനോസ് ചൂണ്ടിക്കാട്ടുന്നു, എല്ലാ പോരാട്ടങ്ങളിലും വെച്ച് ശരീരവിശുദ്ധിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഏറ്റവും അക്രമാസക്തമായ, ഏറ്റവും പെയിൻഫുള്ളായ, ഏറ്റവും ടഫായ പോരാട്ടമാണ്. എല്ലാ ശരീരത്തിൽ നടക്കുന്ന ഭക്ഷണാസക്തിക്കെതിരെ ഒരു ചെറിയ പോരാട്ടമുണ്ട്. നമ്മുടെ പല സ്വഭാവങ്ങൾക്കെതിരെ ഒരു പോരാട്ടമുണ്ട്. കോപസ്വഭാവത്തിനെതിരെ ഒരു പോരാട്ടമുണ്ട്. ഈ ശരീരത്തിൽ നടക്കുന്ന എല്ലാ പോരാട്ടങ്ങളിലും വെച്ച് ശരീരവിശുദ്ധിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഏറ്റവും അക്രമാസക്തം, ഏറ്റവും പെയിൻഫുൾ, ടഫ് ഫൈറ്റാണത്. എന്നാൽ നമ്മൾ വളരെ കെയർലെസ് ആണ്. വി ആർ നോട്ട് അറ്റ് ഓൾ ബോതേഡ് അബൌട്ട് ഓൾ ദീസ് തിങ്സ്. അങ്ങോട്ട് വരുന്നു, പോകുന്നു, കാണുന്നു, കേൾക്കുന്നു, എല്ലാം എവറിത്തിങ് ഈസ് ഓക്കെ, ഓൾ പെർമിസീവ്. കാണേണ്ടതൊക്കെ കാണും, കേൾക്കേണ്ടതൊക്കെ കേൾക്കും, മിണ്ടേണ്ടതൊക്കെ മിണ്ടും, പോകേണ്ടതൊക്കെ പോകും, കഴിക്കേണ്ടതൊക്കെ കഴിക്കും. ഒരു കൺട്രോളും ഇല്ല നമുക്ക്. നമ്മളിതിനെക്കുറിച്ച് ബോധേടേ അല്ല. പാപം വന്നാൽ പാപം വരട്ടെ, എങ്ങനെയാണെങ്കിൽ അങ്ങനെ പോട്ടെ എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുനാമി വന്നിട്ട് അതെല്ലാം കുത്തി ഒഴുകിക്കൊണ്ടുപോകുന്ന ബിൽഡിങ്ങുകൾ പോലെയും മരങ്ങൾ പോലെയും തടികൾ പോലെയും ഈ ഒരു വലിയ പാപപ്രവാഹത്തിൽ അനേകം ആത്മാക്കൾ കുത്തി ഒലിച്ചു പോവുകയാണ്.
ഇതിനെക്കുറിച്ച് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കണമെന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ലോറൻസോ സ്കോപ്പോളി അദ്ദേഹം വീണ്ടും അദൃശ്യ പോരാട്ടത്തിൽ മറ്റൊരു നിരീക്ഷണം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. നിങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കുകയും സദാ വിജിലൻ്റ് ആയിരിക്കുകയും ചെയ്യും, സദാ ജാഗ്രത പുലർത്തുക, സദാ അലർട്ടായിരിക്കുക. ദൈവത്തിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ലഭിക്കുകയോ നിങ്ങൾ ആത്മീയമായി മികച്ച അവസ്ഥയിലായിരിക്കുകയോ ചെയ്താൽ നിങ്ങളുടെ വ്യർത്ഥാഭിമാനം മൂലം താൻ ആരോ ആണെന്ന ഒരു തെറ്റിദ്ധാരണ നിങ്ങൾ ഉടലെടുക്കും. ഒരു വിജയം ഉണ്ടായി, ഒരു നല്ല ശുശ്രൂഷ കഴിഞ്ഞു, അല്ലെങ്കിൽ നല്ല പ്രാർത്ഥന ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ പള്ളിയിൽ പോയി നന്നായിട്ടൊന്ന് കുർബാനയിൽ കൂടി, അല്ലെങ്കിൽ നന്നായിട്ട് സന്ധ്യാപ്രാർത്ഥന ചെയ്ത് 7 ദിവസം ഒരാഴ്ചയായിട്ട് ശരിക്കും പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്, ഒരാഴ്ചയായിട്ട് ഒരിക്കലും ബൈബിൾ വായന മുടങ്ങുന്നില്ല. ഇങ്ങനെ നിങ്ങൾക്ക് തന്നെ എന്തോ ഒരു സന്തോഷം. എന്താ സന്തോഷം? നമ്മുടെ ആത്മീയമായിട്ട് ഓക്കെ ആയി. അങ്ങനെ ഒരു വായിച്ചു നോക്കിയോ നിങ്ങളുടെ എന്താ പറഞ്ഞത്? നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുകയും സദാ ജാഗ്രത പാലിക്കുകയും ചെയ്യണം. എന്താ കാരണം? ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ലഭിക്കുകയോ, ഒരു ദർശനമോ ഒരു സ്വപ്നമോ, പ്രാർത്ഥിക്കാൻ കൃപയോ, ശുശ്രൂഷിക്കാൻ വരമോ, ബൈബിൾ വായിക്കാൻ അനുഗ്രഹമോ, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ലഭിക്കുകയോ, നിങ്ങൾ ആത്മീയമായി മികച്ച അവസ്ഥയിലായിരിക്കുകയോ എന്ന് പറഞ്ഞാൽ മുടങ്ങാതെ കൊന്ത ചെല്ലുന്നു, മുടങ്ങാതെ 3-4 വർഷം മാതാവിന് പ്രതിഷ്ഠ നടത്തി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മികച്ച ആത്മീയാവസ്ഥയിലായിരിക്കുകയോ ചെയ്താൽ നിങ്ങളുടെ വ്യർത്ഥാഭിമാനം മൂലം താൻ ആരോ ആണെന്ന ഒരു തെറ്റിദ്ധാരണ നിങ്ങളിൽ ഉടലെടുക്കും. ഈ അവസ്ഥയിൽ ശത്രുക്കൾ നിങ്ങളെ ആക്രമിക്കാൻ മുതിരില്ല എന്ന അഹങ്കാര ചിന്തയും നിങ്ങൾ ഉയരും. ഇപ്പോൾ ഏതാണ്ട് ഓക്കെ ആയി, ഞാനിപ്പോൾ ഇത്രയും വർഷമായില്ല, ഇപ്പോൾ ഇതുവരെ കുഴപ്പമൊന്നും വന്നില്ല, ദൈവത്തിന് അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ ഇതുവരെ ഇനി ഒരു കുഴപ്പം വരാൻ പോകുന്നില്ല, എന്തായാലും ഇത്ര ആയല്ലോ എന്നായിരിക്കും ചിന്തിക്കും. ഇനി കുഴപ്പമൊന്നുമില്ല, 60 വയസ്സൊക്കെ ആയില്ല, ഇനിയൊന്നും കുഴപ്പമില്ല, ഇത്രയും കാലം നന്നായി ജീവിച്ചു എന്നൊരു അഹങ്കാര ചിന്തയും നിങ്ങളിൽ ഉയരും. നിങ്ങൾ ഈ പാപാവസ്ഥകളൊക്കെ വെറുക്കുകയും അവജ്ഞയോടെ വീക്ഷിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവ നിങ്ങളുടെ അടുത്തേക്ക് വരാനിടയായാൽ തന്നെ ഉടനടി ഞാനതിനെ ആട്ടിപ്പായിക്കുമെന്ന് നിങ്ങൾ ഉള്ളിൽ കരുതുന്നു. എന്നാൽ അപ്രകാരം നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഇല വീഴുന്നത്ര സിമ്പിളായി നിങ്ങൾ നിലം പതിക്കുന്നു. ഇത് അനേക തലമുറകളുടെ അനുഭവം കാച്ചി കുറുക്കി ഈ ആത്മീയ പിതാവ് പറഞ്ഞിരിക്കുകയാണ്. എത്രയോ വർഷങ്ങൾ വിശുദ്ധമായി ജീവിച്ച്, എത്രയോ വർഷങ്ങൾ വിശുദ്ധമായി ശുശ്രൂഷ ചെയ്ത്, എത്രയോ വർഷങ്ങൾ വിശുദ്ധമായി മുടങ്ങാതെ പ്രാർത്ഥനകൾ ജപിച്ച്, എത്രയോ കർത്താവ് അനുഗ്രഹിച്ച് കൃപ ആത്മീയ ആശ്വാസങ്ങൾ നൽകി, എന്നിട്ട് നിലം പതിച്ച എത്രയോ വീരയോദ്ധാക്കളുണ്ട് ആത്മീയ രംഗത്ത്. ഈ അവസ്ഥയിൽ ശത്രുക്കൾ നിങ്ങളെ ആക്രമിക്കാൻ മുതിരില്ല എന്ന അഹങ്കാര ചിന്തയും നിങ്ങളിൽ പതുക്കെ ഉയർന്നു വരും. കാരണം എവരിത്തിങ് പെർഫെക്റ്റായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വെളുപ്പിനെ കൊന്ത ചെല്ലുന്നുണ്ട്, ഉച്ചയ്ക്ക് കൊന്ത ചെല്ലുന്നുണ്ട്, 4 മണിക്കും ചെല്ലുന്നുണ്ട്, ഒരുപാട് ബൈബിളും വായിക്കുന്നുണ്ട്, ശുശ്രൂഷയും ചെയ്യുന്നുണ്ട്. അഹങ്കാര ചിന്തയും നിങ്ങൾ ഉയരും. നിങ്ങൾ അവയെ വെറുക്കുകയും എന്ന് പറഞ്ഞാൽ പാപാവസ്ഥയെ നിങ്ങൾ അവയെ വെറുക്കുക എന്ന് പറഞ്ഞാൽ പാപത്തെ നിങ്ങൾ വെറുക്കുകയും അവജ്ഞയോടെ വീക്ഷിക്കുകയും ചെയ്യുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് ജഡിക പാപത്തെ, അതിന് ഒരിക്കലും വരില്ല. കാരണം അത് മോശം, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ ആത്മാവ് ഉയർന്നെന്ന് വിചാരിക്കുക. ഇങ്ങനത്തുള്ള വ്യഭിചാരമോ അല്ലെങ്കിൽ മറ്റ് സ്വയംഭോഗമോ അല്ലെങ്കിൽ സ്വർഗഭോഗമോ അതും അല്ലെങ്കിൽ വേശ്യാവൃത്തിയോ അതൊന്നും ഇനി ഒരിക്കലും ചെയ്യാൻ പോകുന്നില്ല തീരുമാനം എടുത്ത് നിങ്ങൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് വീക്ഷിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവൻ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഇടയായാൽ തന്നെ ഉടനടി നിങ്ങൾ അവയെ ആട്ടിപ്പായിക്കുമെന്ന് നിങ്ങൾ മനസ്സിൽ കരുതിയിരിക്കുകയാണ്. അങ്ങനെ ഒരു വ്യർത്ഥാഭിമാനം, ഒരു ഉറപ്പിലിങ്ങനെ നിങ്ങൾ ഇരിക്കുമ്പം, എന്നാൽ അപ്രകാരം നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരില വീഴുന്നത്ര വേഗത്തിൽ നിങ്ങൾ വീണു പോകുന്നു. ഇതൊരു ആത്മീയ യാഥാർത്ഥ്യമാണ് മക്കളെ. അനേക തലമുറകളുടെ അനുഭവത്തിൻ്റെ ആ ഒരു പച്ചയായ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഈ ഒരു ആത്മീയ പിതാവ് തലമുറകൾക്ക് ഇത് മുന്നറിയിപ്പ് നൽകുന്നത്. വീണ്ടും ഇതേ ഗ്രന്ഥകാരൻ തന്നെ മുന്നറിയിപ്പ് നൽകുകയാണ്. അവനോട് ഇങ്ങനെയുള്ള വീഴ്ച പറ്റുന്ന ഒരാളെക്കുറിച്ച് നിങ്ങൾ കേട്ടു എന്ന് വിചാരിക്കുക. ഇതാ ഇന്നൊരു ശുശ്രൂഷകൻ വീണു, അല്ലെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന ഒരാൾ വീണു, ഇതാ ഇന്ന ഒരാൾ അദ്ദേഹം ഇന്ന് പള്ളിയിൽ പോയിരുന്നു, ഇന്നും കുർബാനയ്ക്ക് പോകുന്ന ആളാ, കണ്ട ഇങ്ങനെ ഒരു ബഹളം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ വഴക്ക് കൂടുന്നു എന്നൊക്കെ കേട്ടു എന്ന് വിചാരിക്കുക. നിങ്ങൾ വീണുപോയ ആത്മാക്കളോട് അവജ്ഞ കാണിക്കരുത്. ഊറി അവരെക്കുറിച്ച് പറയുക, എന്ത് മോശം പറയുക, കമൻറ്റ് പറയുക, അങ്ങനെ അവരെക്കുറിച്ച് അങ്ങനെ ഊറി സന്തോഷിക്കരുത്. ഗൂഢമായി സന്തോഷം അത് തകർച്ചയുടെ ആരംഭമാണ്. നിങ്ങൾ അവനോട് അവജ്ഞ കാണിക്കരുത്, അവനെ പരിഹസിക്കുകയും അരുത്.
അവൻ്റെ അനുഭവം നിങ്ങളെ എളിമപ്പെടുത്താനുള്ള പാഠമാകണം. നിങ്ങളും വളരെ ദുർബലനാണെന്നും പാതയിലെ പൊടി പോലെ എളുപ്പത്തിൽ പാപത്തിൽ വീണു പോകാമെന്നും തിരിച്ചറിയാനുള്ള ഒരു അനുഭവം മാത്രമാണത്. നിങ്ങളിങ്ങനെ സ്വയം പറയണം, അവൻ ഇന്ന് വീണു, നാളെ ഞാനും വീഴാം. അവൻ ഇന്ന് വീണു, നാളെ ഒരുപക്ഷെ ഞാനും വീഴാം. എൻ്റെ ദൈവം എനിക്ക് കൃപ തന്നുകൊണ്ട് ഇന്ന് ഞാൻ വീഴുന്നില്ല. എൻ്റെ ദൈവം കൃപ തന്നില്ലെങ്കിൽ ഞാൻ നാളെ വീഴാം. അവൻ ഇന്ന് വീണു, ഞാൻ നാളെ വീഴാം. മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും വിമർശിക്കാനും നിങ്ങൾ തിടുക്കം കൂട്ടിയാൽ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയ അതേ പാപത്തിൽ നിങ്ങളും വീഴാൻ അനുവദിച്ചുകൊണ്ട് ദൈവം നിങ്ങൾക്ക് വേദനാജനകമായ ശിക്ഷ തരുമെന്ന് തന്നെ മക്കളെ അറിഞ്ഞുകൊള്ളുക. വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏത് കാര്യത്തെക്കുറിച്ച് മറ്റുള്ളവരോട് അവജ്ഞ തോന്നിയോ, ഏത് കാര്യത്തെക്കുറിച്ച് മറ്റുള്ളവരോട് വിഷമം തോന്നുന്നോ, അതേ അവസ്ഥയിലൂടെ നിങ്ങളും കടന്നുപോയി അതിൻ്റെ വേദന മനസ്സിലാക്കി എളിമപ്പെടാൻ ദൈവം അനുവദിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഒരുപാട് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയണത്. എൻ്റെ അനുഭവത്തിൽ എനിക്കിത് വ്യക്തമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, എനിക്ക് ചില കാര്യങ്ങൾ ഭയങ്കര വിഷമങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സിമ്പിൾ ഒരു ഉദാഹരണം പറയാം. കുഴമ്പൊക്കെ പുരട്ടി ഇങ്ങനെ ഒരു കുഴമ്പിൻ്റെ മണമായിട്ട് ഇങ്ങനെ ഈ ആളുകളിരിക്കുന്ന പ്രായമുള്ളവരൊക്കെ ഇരിക്കണ കാണുമ്പം എനിക്ക് ഇത് എന്നെ ഇത് എന്നൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പ്രിയ സഹോദരൻ, അതേപോലെ കുഴമ്പൊക്കെ പുരട്ടി ആ മണമൊക്കെ എൻ്റെ മൂക്കിലിങ്ങനെ അടിച്ച് കയറുന്ന സമയത്ത് എനിക്കപ്പോൾ ഓർമ്മ വരും, ഇന്നെ ആളുകൾ കുഴമ്പ് പുരട്ടി നടന്നപ്പോൾ എനിക്ക് ഒരു തോന്നിയത്, ഇപ്പം ശരിക്കും ഞാൻ അത് കുഴമ്പിൻ്റെ കാര്യം മാത്രമല്ല, പ്രത്യേകിച്ച് ഈ ആത്മീയ പാപമണ്ഡലത്തിൽ നമുക്ക് വേറെ ഒരു ആത്മാവിൻ്റെ വീഴ്ചയെക്കുറിച്ച് അവജ്ഞ തോന്നിയാൽ, ഒന്നും കൂടെ വായിച്ചു നോക്കി എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും വിമർശിക്കാനും നിങ്ങൾ തിടുക്കം കാട്ടിയാൽ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയ അതേ പാപത്തിൽ നിങ്ങളും വീഴാൻ അനുവദിച്ചുകൊണ്ട് ദൈവം നിങ്ങൾക്ക് വേദനാജനകമായ ശിക്ഷ തരുമെന്ന് തന്നെ അറിയുക മക്കളെ. വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. വീണ്ടും പറയാണ്, അഹങ്കാരത്തിൻ്റെ അപകടം മനസ്സിലാക്കുന്നതിനും അങ്ങനെ എളിമപ്പെട്ട് അഹങ്കാരം, അവിഹിത വീഴ്ച എന്നീ രണ്ട് തിന്മകളിൽ നിന്ന് വിടുതൽ നേടാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്കും അതേ ശിക്ഷ തന്നെ നൽകപ്പെടാം. തൻ്റെ കരുണയാൽ ദൈവം നിങ്ങളെ വീഴ്ചയിൽ നിന്ന് രക്ഷിക്കുകയും നിങ്ങളുടെ ചിന്തയും വിശുദ്ധിയും കളങ്കപ്പെടാതെ സൂക്ഷിക്കുകയും ചെയ്താലും, നിങ്ങൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഉടൻ അത് അവസാനിപ്പിക്കുക. സ്വയം ആശ്രയിക്കാതെ കൂടുതൽ ഭയത്തോടെ ജീവിക്കുക, ദൈവഭയത്തോടെ ജീവിക്കുക. തന്നിൽ തന്നെ ആശ്രയിക്കരുത്, വ്യർത്ഥാഭിമാനി ആകരുത്, മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്ന സ്വഭാവം വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കരുത്. പ്രത്യേകിച്ച് ജഡിക പാപത്തിൽ വീണവരെ, നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെയുള്ള ആശ്രയം എടുത്തു കളയുക. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെയുള്ള ഉറപ്പിൽ ആശ്രയിക്കാതിരിക്കുക. ദൈവത്തിൻ്റെ വചനത്തെയും അനുഭവങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തി ഈ ആത്മീയ പിതാവ് നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. ശ്രദ്ധിക്കണം മക്കളെ, ശ്രദ്ധിക്കണം. വീണ്ടും വിശുദ്ധ ജോൺ ലാഡർ വളരെ വലിയൊരു വിശുദ്ധനാണ്, ഭയങ്കര പണ്ഡിതനാണ്, ദൈവത്തിന് അനുഗ്രഹമുള്ളൊരു ജോൺ ലാഡർ. അദ്ദേഹം പറയണത് എന്താണെന്നറിയാവോ? വ്യഭിചാരമെന്ന പാപത്തിലോ ജഡത്തിൻ്റെ അത്തരത്തിലുള്ള ഏതെങ്കിലും പാപത്തിലോ വീണിട്ടുള്ളവൻ അതിൽ വീഴും മുമ്പേ അഹങ്കാരത്തിൽ നിബന്ധിച്ചിട്ടുണ്ട്. ഞാനൊന്നും വീഴില്ല, എനിക്കൊരു കുഴപ്പം വരില്ല, ഞാൻ ആരാന്നറിയോ, ഞാൻ ശരിക്കും പ്രാർത്ഥിക്കുന്ന ആളെന്ന് പറഞ്ഞ് നിന്നിട്ടുണ്ടാവും. അതിൽ വീഴും മുമ്പേ അഹങ്കാരത്തിൽ നിബന്ധിച്ചിട്ടുണ്ട്. ഈ പതനം അനുവദിക്കപ്പെട്ടത് കൊണ്ട് തന്നെ അവനെ എളിമ അഭ്യസിപ്പിക്കാൻ, ഈ പതനം അനുവദിക്കപ്പെട്ടത് തന്നെ അവനെ എളിമ അഭ്യസിപ്പിക്കാനത്രേ. എവിടെ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ അവിടെ അഹങ്കാരം നേരത്തെ കുടിയേറിയിട്ടുണ്ട്. കാരണം എല്ലാ പതനത്തിന് മുമ്പേ വരുന്നത് അഹങ്കാരമാണ്. മാത്രമല്ല, അഹങ്കാരത്തിനുള്ള ശിക്ഷയാണ് പതനം. അഹങ്കാരത്തിനുള്ള ശിക്ഷയാണ് പതനം. നമ്മളിത് നന്നായിട്ട് മനസ്സിലാക്കണം. ഈ മേഖലകളിൽ നമ്മൾ ഒരാളെയും കുറ്റം വിധിക്കാനും ഒരാളെക്കുറിച്ച് അവജ്ഞയോടെ സംസാരിക്കാൻ ഇടവരരുത്. പുച്ഛത്തോടും പരിഹാസത്തോടും ഗൂഢമായ ആനന്ദത്തോടും കൂടെ വീണുപോയവരെ കുറിച്ച് ആനന്ദിക്കരുത്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാനൊരിക്കലും ഞാനൊന്നും അങ്ങനത്തെ പാപത്തിൽ വീഴുമൊന്നുമില്ല,
അതൊക്കെ മഹാമോശം, അതപ്പതിച്ച ആത്മാക്കൾ, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഏത് സെക്കൻഡ് ഒരു ഇല വീഴുന്നത് പോലെ അതിനേക്കാൾ മ്ലേച്ഛമായി നിവദിക്കാവുന്ന ഒരാത്മാവ് മാത്രമാണ് നമ്മളെന്ന് മനസ്സിലാക്കണം. ദൈവഭയത്തോടും സ്വന്തം കഴിവിൽ ആശ്രയിക്കാതെ ദൈവത്തെ ആശ്രയിച്ചും ജീവിക്കാൻ പഠിക്കുന്നവർക്ക് ഒരുപാട് ആത്മീയ പാഠങ്ങൾ പഠിക്കാനുണ്ട് ഈ മേഖലയിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് വിശുദ്ധ ലോറൻസ് ജസ്റ്റീനിയൻ അദ്ദേഹം കണ്ണുനീരോട് ഒത്തിരി വിലപിച്ച് അദ്ദേഹം കണ്ണുനീരോട് ആശ്ചര്യപ്പെടുകയാണ്. കണ്ണീരോടെ വിലപിച്ചുകൊണ്ട് അദ്ദേഹം ആശ്ചര്യപ്പെടുന്നു, എത്ര ദുഃഖാർത്തരായ ആളുകൾ വിഷയാസക്തിയുടെ അനുവർത്തനങ്ങളിൽ നിന്നും വിട്ടൊഴിയുന്നതിന് ഏറെ വർഷങ്ങൾ മരുഭൂമിയിലെ ഏകാന്തതയിലും ധ്യാനങ്ങളിലും ഉപവാസങ്ങളിലും പശ്ചാത്താപജന്യമായ തീവ്ര വിരക്തിയിലും മുഴുകിയതിന് ശേഷം മരുഭൂമി വിട്ട് ബ്രഹ്മചര്യത്തെയും ദൈവത്തെയും നഷ്ടപ്പെടുത്തി നിന്ദാപമാനിതരായിട്ടുണ്ട്. ദൈവവും നഷ്ടപ്പെട്ട്, വിശുദ്ധിയും നഷ്ടപ്പെട്ട്, പുണ്യജീവിതം നഷ്ടപ്പെട്ട്, പ്രാർത്ഥനയും നഷ്ടപ്പെട്ട്, ആത്മീയ ജീവിതം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തവരായിപ്പോയി. അദ്ദേഹം ഒരുപാട് പേരുടെ ആത്മീയ നിയന്താക്കളാണ് ഈ പറയണതെല്ലാം. അനേക വർഷങ്ങൾ മരുഭൂമിയിൽ ഉഗ്ര തപസ്സൊക്കെ ചെയ്ത് ഇങ്ങനെയുള്ള വിരക്ത ജീവിതത്തിൻ്റെ മേൽ പരിശീലനം നേടി ഇതെല്ലാം കഴിഞ്ഞ് കർത്താവിനെ സേവിച്ച് അനേക വർഷങ്ങൾ കഴിഞ്ഞ് പ്രായമായിട്ടൊക്കെ തിരിച്ചു വന്ന് പിന്നെ ഭയാനകമായ വിധം തകർന്നുപോയ ആത്മാക്കളുടെ അനുഭവത്തിലാണ് വിശുദ്ധ ലോറൻസ് ജസ്റ്റീനിയൻ ഈ മുന്നറിയിപ്പ് നൽകുന്നത്. ആ മുന്നറിയിപ്പ് ശ്രദ്ധിച്ച് അദ്ദേഹം കണ്ണീരോടെ വിലപിച്ചുകൊണ്ട് ആശ്ചര്യപ്പെടുക, എത്രയോ ആത്മാക്കൾ വിഷയാസക്തിയുടെ പാപങ്ങളിൽ നിന്ന് വിട്ടൊഴിയാൻ വേണ്ടി ഏറെ വർഷങ്ങൾ മരുഭൂമിയിലും ഏകാന്തതയിലും ധ്യാനങ്ങളിലും ഉപവാസങ്ങളിലും പശ്ചാത്താപജന്യമായ തീവ്ര വിരക്തിയിലും മുഴുകിയതിന് ശേഷം പിന്നെ ഭയാനകമാം വിധം പാപത്തിലേക്ക് കൂപ്പുകുത്തി. എന്താ, ഇനി ഒരിക്കലും വരാൻ പോകണില്ല എന്നൊരു മിഥ്യാധാരണ അങ്ങോട്ട് കയറി എന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിവേകിയുടെ ഒരു ജ്ഞാനം. സുഭാഷിതം 14-ാം അധ്യായത്തിൽ 16-ാമത്തെ വാക്യം, വിവേകത്തോടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒന്ന് ദൈവഭയത്തോടെ ജീവിക്കണം. ഒരാളെക്കുറിച്ച് ആവജ്ഞ ചിന്തിക്കരുത്. മാത്രമല്ല പാപ സാഹചര്യങ്ങളിൽ നിന്ന് പലായനം ചെയ്യണം. ഓടി രക്ഷപ്പെടണം. പാപ സാഹചര്യത്തെ നമ്മൾ വെച്ച് പൊറപ്പിക്കരുത്. മാറിടത്ത് തീ കൊണ്ട് നടക്കരുത്. പൊള്ളും. സുഭാഷിതം 14-16 പഠിപ്പിക്കുകയാണ്, വിവേകി ജാഗരൂകതയോടെ തിന്മയിൽ നിന്ന് അകന്നു മാറുന്നു. ഭോഷൻ വീണ്ടും വിചാരമില്ലാതെ എടുത്തു ചാടുന്നു. പാപത്തിൽ ഈ കാര്യത്തിൽ നമ്മൾ ദൈവഭയത്തോടെ ഓടി മാറണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മളെ തന്നെ വിശ്വസിക്കരുത്. ഈ ശരീരത്തെ വിശ്വസിക്കരുത്. എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതിന് വീണ്ടും തലപൊക്കാൻ പറ്റും, വീണ്ടും ഇത് നമ്മളെ കീഴ്പ്പെടുത്തും. അതുകൊണ്ട് ഒരാളും പറയരുത് ഞാൻ ആ കാര്യത്തിൽ പെർഫെക്റ്റാണ്, ഞാൻ ജഡികാസക്തി ജയിച്ചു കഴിഞ്ഞു, ഇനി എനിക്ക് ജഡികാസക്തിയുടെ ഭാവമൊന്നുമില്ല. ചിലപ്പോൾ ഇച്ചിരി കോപത്തിൻ്റെ കാര്യം ഇച്ചിരി ഉണ്ടാകുമായിരിക്കും. അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. എൻ്റെ കർത്താവിൻ്റെ കൃപ കൊണ്ട് ഞാനിങ്ങനെ നിൽക്കുന്നു, എൻ്റെ കർത്താവ് എന്ന് കൈ പിൻവലിക്കുന്നു, എന്ന് കൃപ പിൻവലിക്കുന്നു, എൻ്റെ കർത്താവ് ഇല്ലെങ്കിൽ എനിക്ക് നടക്കില്ല, എൻ്റെ കർത്താവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ നിൽക്കുന്നത് എന്ന് പറഞ്ഞത് ദൈവത്തിൽ സ്വന്തം ശക്തിയിലോ സ്വന്തം അഭ്യാസങ്ങളോ ഒന്നും ആശ്രയിക്കാതെ ദൈവത്തെ മാത്രം ആശ്രയിക്കുക. ആരെക്കുറിച്ച് അവജ്ഞ വിചാരിക്കാതിരിക്കുക. ദൈവഭയം വിട്ടുപോകാതിരിക്കട്ടെ. ഏത് സെക്കൻഡിലും ഒരു ഇല പോലെ വീഴുമെന്ന് മനസ്സിൽ മുന്നേ കൂട്ടി കരുതണം. പീറ്റർ ഡി ബ്ലോയ് അദ്ദേഹം പറഞ്ഞെന്താ? അദ്ദേഹം പറയാണ്, പാപ സാഹചര്യങ്ങളിൽ നിന്നുള്ള പലായനമല്ലാതെ മറ്റൊരു വിധത്തിലും വിഷയലമ്പടത്വത്തെ എളുപ്പത്തിൽ അതിജീവിക്കാൻ ഒക്കത്തില്ല. വിഷയലമ്പടത്വം എന്താ? സ്പിരിറ്റ് ഓഫ് ലസ്റ്റ്, സിൻ ഓഫ് ലസ്റ്റ്, വിഷയപാപം, ജഡിക പാപത്തിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിശുദ്ധം പറയുകയാണ്, അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? പാപ സാഹചര്യങ്ങളിൽ അങ്ങനത്തെ ഒരു അന്തരീക്ഷം ഓടി രക്ഷപ്പെടണം. പാപ സാഹചര്യങ്ങളിൽ നിന്നുള്ള പലായനമല്ലാതെ മറ്റൊരു വിധത്തിലും ഞാൻ അതിനെ എതിർത്ത് തോപ്പിച്ചോളാം എന്ന് പറഞ്ഞ് നമുക്കങ്ങനെ നേർക്കുനേർ ദ്വന്ദ്വയുദ്ധത്തിന് അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. എന്തിനാ വെറുതെ മൽപ്പിടുത്തത്തിന് പോണത്? അവിടുന്ന് മാറിയേക്കുക. മറ്റൊരു വിധത്തിലും വിഷയലമ്പടത്വത്തെ എളുപ്പത്തിൽ അതിജീവിക്കാൻ ഒക്കത്തില്ല.
ഇവരൊക്കെ ആത്മീയ നേതാക്കളാണ്. ആത്മാക്കളുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനം വിശുദ്ധ അഗസ്തീനോസ് പറയുകയാണ്. അഗസ്തീനോസ് പുണ്യവാളൻ ഇങ്ങനെയുള്ള ഒത്തിരി ആത്മാക്കളെ ഗൈഡ് ചെയ്താണ്. അഗസ്റ്റീനിയൻ സഭ എന്നൊക്കെ ഓർക്കുന്നുണ്ട്. ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നവരാണ് ഇവരൊക്കെ. അവർ പറയുകയാണ്, വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞെങ്ങനെയാണ്, ആസക്തിയുടെ ആക്രമണങ്ങളെ അട്ടിയോടിക്കുവാൻ പലായനം തുടങ്ങുക. വിജയം വരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ഉടൻ പലായനം ആരംഭിക്കുക. ആരും കരുതരുത് ഈ തിന്മയിൽ നിന്നും അവർ സുരക്ഷിതരാണെന്ന്. നിങ്ങളൊരു വിശുദ്ധനാണെങ്കിൽ പോലും ഈ തിന്മയിൽ വീഴാൻ പാകത്തിന് നിങ്ങൾ വലിയ അപകടത്തിൻ്റെ വക്കിലാണ് നിലകൊള്ളുന്നത് എന്ന് തന്നെ നിങ്ങൾ മനസ്സിൽ ഉറച്ചിരിക്കണം. ഇത് വിശുദ്ധൻ നമുക്ക് തരുന്നൊരു മുന്നറിയിപ്പാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മളൊക്കെ തന്നെ ഈ തിന്മയെ റെസിസ്റ്റ് ചെയ്തിട്ട് വേഗം നിന്ന് പലായനം ചെയ്യേണ്ട ഒരു വിവേകം ഉദിക്കണം. ലോറൻസ് കുപ്പോളി അദ്ദേഹത്തിൻ്റെ കാലത്തെ ആ അനുഭവത്തിൽ നിന്നൊക്കെ അദ്ദേഹം വീണ്ടും പറയുന്നതിനാണ്, ആരുടെയെങ്കിലും സൗന്ദര്യം നിങ്ങൾ ആകർഷിച്ചാൽ, അതാണായാലും പെണ്ണായാലും, എനിബഡി, ലെറ്റ് ഇറ്റ് ബി എനിബഡി, ആരുടെയെങ്കിലും സൗന്ദര്യം നിങ്ങളെ ആകർഷിച്ചാൽ ആകർഷകമായ ആ മൂടുപടത്തിനടിയിൽ നിങ്ങളുടെ ആത്മാവിനെ കൊല്ലാൻ അല്ലെങ്കിൽ മുറിവേൽപ്പിക്കാനെങ്കിലും നരകസർപ്പം ഒളിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കി അതിനോട് ഇങ്ങനെ പറയുക, ശപിക്കപ്പെട്ട സർപ്പമേ, എന്നെ വിഴുങ്ങാൻ ഇവിടെ കള്ളനെ പോലെ നിൽക്കുന്നത് നീ തന്നെ. നിന്റെ ശ്രമം പാഴായി പോകും, കാരണം ദൈവമാണ് എൻ്റെ സഹായകൻ. തുടർന്ന് ദൈവത്തിലേക്ക് നോക്കുക, ഹൃദയം ദൈവത്തിലേക്ക് ഉയർത്തണം. നിഗൂഢ ശത്രുക്കളെ പോലും ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന, അവരുടെ പല്ലുകൾക്ക് ഞങ്ങൾ ഇരയാക്കാത്ത എൻ്റെ ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അതിനുശേഷം നമുക്ക് ക്രൂശിക്കപ്പെട്ട അവിടുത്തെ മുറിവുകളിൽ അഭയം തേടാം. നമ്മുടെ കർത്താവ് നിങ്ങളെ പാപത്തിൽ നിന്ന് രക്ഷിക്കാനും നിങ്ങളുടെ ജഡികാസക്തികളോട് മടുപ്പ് ജനിപ്പിക്കാനുമായി തൻ്റെ വിശുദ്ധ ശരീരത്തിൽ എന്തുമാത്രം സഹിച്ചുവെന്ന് ഓർത്തുകൊണ്ട് നിങ്ങളെ തന്നെ അവിടെ ദൈവത്തിന് സമർപ്പിക്കുക. ശാരീരിക സൗന്ദര്യത്തിൻ്റെ വശീകരണത്തെ ഓടിക്കാനുള്ള ഒരു ആയുധം കൂടി ഞാൻ ഇപ്പോൾ നിങ്ങളെ അനുസ്മരിപ്പിക്കാം. നിങ്ങൾ അതിൽ വീണാൽ ഉടനെ ഇപ്പോൾ നിങ്ങൾക്ക് ഇത്ര ആകർഷകമായി തോന്നുന്ന ഈ വസ്തുവിന് മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് എന്ന ചിന്ത കൂടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. പുഴുക്കൾ അരിക്കുന്ന, ദുർഗന്ധം വമിക്കുന്ന, ചീഞ്ഞളിഞ്ഞൊരു വസ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം പ്രായോഗികമായി അവരുടെ ജീവിതത്തിലൊക്കെ പരിശീലിച്ച് വിജയിച്ച ചില കാര്യങ്ങൾ തലമുറകൾക്ക് കൈമാറി തന്നിരിക്കുന്നതാണ് അദൃശ്യ പോരാട്ടം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം നമുക്ക് വിവരിച്ചു തരുന്നത്. നമ്മുടെ ആത്മാവിൻ്റെ നാശത്തിന് വേണ്ടി ഓരോ വ്യക്തികളിലൂടെ, ഓരോ സാഹചര്യങ്ങളിലൂടെ, ഓരോ സംഭവങ്ങളിലൂടെ, ഓരോ വസ്തുക്കളിലൂടെ നമ്മുടെ അടുത്തേക്ക് വരുന്ന, അത് ചിലപ്പോൾ പോൺ സൈറ്റുകളാകാം, അത് ചിലപ്പോൾ വെബ്സൈറ്റുകളാകാം, അത് ചിലപ്പം ഫേസ്ബുക്ക്, എന്തായിക്കോട്ടെ, എല്ലാ സ്ഥലത്തും നമ്മൾ വിജിലൻ്റ് ആയിരിക്കണം. വ്യക്തികൾ മാത്രമല്ല, പുസ്തകങ്ങളും സൈറ്റുകളെല്ലാം വിജിലൻ്റ് ആയിരിക്കണം. ഓടി മറയണം, പെട്ടെന്ന് കട്ട് ചെയ്യണം, പെട്ടെന്ന് ഓഫാക്കണം, പെട്ടെന്ന് എഴുന്നേറ്റ് പോകണം, പെട്ടെന്ന് പോയി മുഖം കഴുകണം, പെട്ടെന്ന് മാറി കുറച്ച് നേരം വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പോകണം. അവിടെ തന്നെ കുത്തിയിരിക്കരുത്, അത് ഓഫാക്കി വെക്കണം. ഗൗരവത്തിൽ വളരെ ഗൗരവത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഇത് വളരെ ഗൗരവത്തിൽ തന്നെ ചിന്തിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. വിശുദ്ധ അൽഫോൻസ് ലിഗോരി തൻ്റെ ഗ്രന്ഥത്തിൽ ജോൺ ക്രിസോസ്റ്റം എന്ന വിശുദ്ധൻ്റെ വാക്കുകളെ അടിസ്ഥാനപ്പെടുത്തി ഇങ്ങനെയാണ് പറയുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ഇരുമ്പിനാലോ കല്ലിനാലോ സൃഷ്ടിക്കപ്പെട്ടതാണോ? അല്ല, ഒരിക്കലുമല്ല. നിങ്ങൾ പ്രകൃതിയുള്ള സാധാരണമായ ബലഹീനതയ്ക്ക് വഴിപ്പെടുന്ന ഒരു ആൾ തന്നെ. നിങ്ങൾ തീ കയ്യിലെടുത്താൽ നിങ്ങളുടെ കൈ പൊള്ളുകയില്ലെന്ന് കരുതുന്നുണ്ടോ? പിന്നെ എങ്ങനെയാവണം ഇത്? വൈക്കോൽ കൂനയിൽ കത്തുന്ന പന്തം ഇടുക, എന്നിട്ട് ആളിക്കത്തിൽ ഉണ്ടാവില്ല എന്ന് പറയുക. ഈ വൈക്കോൽ പോലെയാണ് നമ്മുടെ പ്രകൃതം. അതുകൊണ്ട് ഒരാൾക്ക് സ്വയം ബ്രഹ്മചര്യത്തിനെതിരായ ജടിക പാവ സാഹചര്യങ്ങളിൽ മുഴുകാനും എന്നാൽ ഒപ്പം കിഴക്കാന്തൂക്കായ ഗർത്തത്തിൽ വീഴാതിരിക്കാനും സാധ്യമല്ല. പാപത്തിൽ മുഴുകിയാൽ, അങ്ങനെയുള്ള ചിന്തകളിൽ മുഴുകിയാൽ, അങ്ങനെയുള്ള സാഹചര്യമായിട്ട് ഇടപെട്ടാൽ, അത് പലായനം ചെയ്ത് അവിടെ ഇരുന്നാൽ നീ അഗാധ ഗർത്തത്തിലേക്ക് നിബദിക്കും. സർപ്പത്തിൻ്റെ മുന്നിൽ നിന്ന് ഓടി അകലുന്ന പോലെ നീ പാപത്തിൽ നിന്നും പാപ സാഹചര്യത്തിൽ നിന്നും പലായനം ചെയ്യണം. സർപ്പത്തിൽ നിന്ന പോലെ പാപത്തിൽ നിന്ന് ഓടി അകലുക. നീ ആ സൈറ്റ് ഓഫാക്കുക. നീ ആ പാപ സാഹചര്യം നിന്നിലേക്ക് കൊണ്ടുവരുന്ന ആ ചാനൽ, ആ ഒരു ഓൺലൈൻ, ആ ഒരു മാധ്യമം കട്ട് ചെയ്ത് കളയുക. സർപ്പത്തിൽ നിന്ന പോലെ പാപത്തിൽ നിന്ന് ഓടിയകലുക. അടുത്ത് എന്നാൽ ഇത് കടിക്കും. അതിൻ്റെ പല്ലുകൾ സിംഹത്തിൻ്റെ പല്ലുകളാണ്. അത് നിന്റെ ജീവൻ അപഹരിക്കും. പ്രഭാഷകൻ്റെ പുസ്തകം 21:2 അടിസ്ഥാനപ്പെടുത്തി വിശുദ്ധനായ അൽഫോൻസ് ലിഗോരി നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാന ആരാധന എഴുന്നള്ളിച്ച് വെച്ച് ഇന്ന് നമുക്ക് നമ്മുടെ ജഡികാസക്തിയുടെ മണ്ഡലത്തെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഈ ഒരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി പറഞ്ഞ ഇങ്ങനെയാണ്: ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, പക്ഷേ പാപ സാഹചര്യങ്ങളിൽ തുടരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് എവിടെ എന്താണ് ഞാൻ ചെയ്തു കൂട്ടാൻ പോകണമെന്ന് എനിക്കറിയാൻ പാടില്ല. അത്രയും ദൈവത്തോട് അടുത്തിരുന്ന് അദ്ദേഹം പറയുകയാണ്, ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്, ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഞാൻ എങ്ങനെയാണ് ദൈവത്തെ പ്രീതിപ്പെടുത്തേണ്ടത് എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ പാപ സാഹചര്യത്തിൽ ഞാൻ പെട്ടാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് പൂർവ്വപിതാവ് ജോസഫ് പൊത്തിഫറിൻ്റെ ആ ഭവനത്തിൽ പാപസാഹചര്യം വന്ന് ഓടി രക്ഷപ്പെട്ടത്. കാരണം എന്ത് ചെയ്യാൻ പോണെന്ന് അറിയില്ല. എങ്ങനെ അധപതിക്ക് ഏത് അവസ്ഥയിൽ കൂപ്പുകുത്തുമെന്ന് അറിയാൻ പാടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാവീദിനേക്കാളും സാംസണേക്കാളും സോളമനേക്കാളും എല്ലാം ശക്തനാണെന്ന് വിചാരിക്കരുത്. 10,000 വർഷങ്ങളായി മനുഷ്യരെ മാനേജ് ചെയ്ത് പരിചയമുള്ള ആളാണ് ഈ ജഡികാസക്തിയുടെ ആത്മാവ്. ദിവ്യകാരുണ്യ ആരാധന വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവോസ്തിയിൽ നിന്നെ കാണുന്നു, നിനക്കാരാധന. എന്റെ സ്നേഹം നൽകിടും നാഥാ, നിനക്കാരാധന. തിരുവോസ്തിയിൽ നിന്നെ കാണുന്നു, നിനക്കാരാധന. എന്റെ സ്നേഹം നൽകിടും നാഥാ, നിനക്കാരാധന. ആരാധന 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 യേശുനാഥാ. യേശുനാഥാ ആരാധന 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 യേശുനാഥാ ആരാധന യേശുനാഥാ ആരാധന യേശുനാഥാ. രണ്ട് കരങ്ങൾ ഉയർത്തി ദിവ്യകാരുണ്യ രൂപനായി എഴുന്നള്ളിയിരിക്കുന്ന ഈശോ മിശിഹായെ നമുക്കെല്ലാവർക്കും ആരാധിക്കാം. വിശ്വാസ പ്രമാണം ബോധ്യത്തോടെ ഉറക്കെ ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ആരാധന പരിശുദ്ധാത്മാവേ റുഹാ റുഹാ ഗ്ലോറി ഗ്ലോറി
വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ ധീരതയേകണമേ. പരിശുദ്ധാത്മാവിന്റെ ലുത്തിനിയ ഭക്തിപൂർവ്വം ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, സർവശക്തനായ പിതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പിതാവിന്റെ അനാദിയായ പുത്രനും ലോകരക്ഷകനുമായ യേശുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പിതാവിന്റെയും പുത്രന്റെയും അമേയമായ ജീവനായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ, പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ, പിതാവിന്റെ വാഗ്ദാനമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സ്വർഗീയ പ്രകാശത്തിന്റെ കതിരേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, എല്ലാ നന്മകളുടെയും കാരണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സ്വർഗീയ നീരുറവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ദഹിപ്പിക്കുന്ന അഗ്നിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആർദ്രമായ സ്നേഹമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആത്മീയ അഭിഷേകമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും അരൂപിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും അരൂപിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സതുപദേശത്തിന്റെയും ആത്മശക്തിയുടെയും അരൂപിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അറിവിന്റെയും ഭക്തിയുടെയും അരൂപിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സമാധാനത്തിന്റെയും ശാന്തതയുടെയും അരൂപിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, വിനയത്തിന്റെയും നിഷ്കളങ്കതയുടെയും അരൂപിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കുന്ന ആത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, തിരുസഭയെ ഭരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അത്യുന്നതനായ ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാരൂപിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അരൂപിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ദൈവമക്കളുടെ പുത്ര സ്വീകാര്യത്തിന്റെ അരൂപിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവേ പാപത്തെ കുറിച്ചുള്ള ഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവേ അവിടുന്ന് എഴുന്നള്ളി വന്ന് ഭൂമുഖം നവീകരിക്കണമേ, പരിശുദ്ധാത്മാവേ അങ്ങേ പ്രകാശം ഞങ്ങളുടെ ആത്മാക്കളിൽ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ നിയമം എഴുതണമേ, പരിശുദ്ധാത്മാവേ അങ്ങയുടെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കത്തിജ്വലിപ്പിക്കണമേ, പരിശുദ്ധാത്മാവേ അങ്ങയുടെ പ്രസാദവരങ്ങളുടെ ഭണ്ഡാകാരം ഞങ്ങൾക്കായി തുറക്കണമേ, പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, പരിശുദ്ധാത്മാവേ സ്വർഗീയ പ്രചോദനത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ, പരിശുദ്ധാത്മാവേ രക്ഷയുടെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ, പരിശുദ്ധാത്മാവേ ആവശ്യമായ ഒരേ ഒരു ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ, പരിശുദ്ധാത്മാവേ നന്മ അഭ്യസിക്കാൻ പ്രചോദനം നൽകണമേ, പരിശുദ്ധാത്മാവേ എല്ലാ പുണ്യങ്ങളുടെയും യോഗ്യത ഞങ്ങൾക്ക് നൽകണമേ, പരിശുദ്ധാത്മാവേ നീതിയിൽ ഞങ്ങളെ നിലനിർത്തണമേ, പരിശുദ്ധാത്മാവേ അവിടുന്ന് ഞങ്ങളുടെ നിത്യമായ പ്രതിഫലമാകണമേ, ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ, ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളിൽ വർഷിക്കണമേ, ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ ജ്ഞാനത്തിന്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങൾക്ക് നൽകണമേ, പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ, അങ്ങേ സ്നേഹാഗ്നി ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ, പ്രാർത്ഥിക്കാം. ഓ കാരുണ്യവാനായ പിതാവേ,
അങ്ങേ ദിവ്യാരൂപി ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും ജ്വലിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. സ്വർഗീയ നദി ഞങ്ങളിൽ ഒഴുക്കി സൽപ്രവർത്തികൾ ചെയ്യാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങയോട് കൂടി നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെയും പരിശുദ്ധാത്മാവിന്റെയും ഐക്യത്തിൽ ഞങ്ങളുടെ യാതനകൾ സാധിച്ചു തരണമേ. ആമേൻ. രണ്ട് കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം ഉണ്ടാകാനും പരിശുദ്ധാത്മാവ് നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ബലിപീഠത്തിൽ അഗ്നിയിറക്കി ശുദ്ധീകരിച്ചതുപോ ആത്മാവ് വാഴും ഈ ദേവാലയത്തെ ശുദ്ധീകരിക്കണമേ. ബലിപീഠത്തിൽ അഗ്നിയിറക്കി ശുദ്ധീകരിച്ചതുപോ ആത്മാവ് വാഴും ഈ ദേവാലയത്തെ ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ഹോളി സ്പിരിറ്റ്, വെൽക്കം ഹോളി സ്പിരിറ്റ്. ഓ ശക്തനായ ആത്മാവേ, സകലത്തെയും പവിത്രീകരിക്കണം. കനലുകൾ നാവിൽ നൽകി ശുദ്ധീകരിച്ചതുപോ എന്നിൽ വളരും കളകൾ നീക്കി ശുദ്ധീകരിക്കണമേ. അഗ്നിക്കനലുകൾ നാവിൽ നൽകി ശുദ്ധീകരിച്ചതുപോ എന്നിൽ വളരും കളകൾ നീക്കി ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. സ്വർണ്ണത്തെ പോലഗ്നിയിലെന്നെ ശുദ്ധീകരിക്കണമേ. പാപം നിറയും എന്റെ ഹൃദയം ശുദ്ധീകരിക്കണമേ. സ്വർണ്ണത്തെ പോലഗ്നിയിലെന്നെ ശുദ്ധീകരിക്കണമേ. പാപം നിറയും എന്റെ ഹൃദയം ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കാൻ നമുക്കെല്ലാവർക്കും മുട്ടുമേൽ നിൽക്കാം. രണ്ട് കരങ്ങളും കൂപ്പി ഭക്തിയോടെ വിമല ഹൃദയ പ്രതിഷ്ഠ ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധ മറിയമേ, യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അത് പതിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും
വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ. അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ. തിരുസഭാംബികയെ, തിരുസഭയ്ക്ക് സർവ്വ സ്വാതന്ത്ര്യവും സമാധാനവും അരുളണമേ. വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ. മാനവവംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അമലോത്ഭവ ഹൃദയമേ, മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തുടർന്ന് ദിവ്യകാരുണ്യ ആശീർവാദം നൽകപ്പെടുകയാണ്. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന. ബലിപീഠത്തിലിറങ്ങി ശുദ്ധീകരിച്ചതുപോ ആത്മാവ് വാഴും ദേവാലയത്തെ ശുദ്ധീകരിക്കണമേ. ബലിപീഠത്തിലിറങ്ങി ശുദ്ധീകരിച്ചതുപോ ശുദ്ധീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവ അഗ്നിയിറങ്ങി ശുദ്ധീകരിക്കണമേ. ആത്മാവ അഗ്നിയിറങ്ങി ശുദ്ധീകരിക്കണമേ. തുടർന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. പലതരത്തിലുള്ള ജഡിക പാപത്തിൻ്റെ കഠിന പീഡകളിൽ വലയുന്ന സർവ്വ മക്കളെയും അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. നമുക്ക് പരസ്പരം നമ്മുടെ കൂടെ ധ്യാനം കൂടുന്ന എല്ലാവർക്കും വേണ്ടി അമ്മയുടെ മധ്യസ്ഥം അപേക്ഷിച്ച് ഈരടി ആലപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ മരിയേ, പ്രാർത്ഥിക്കണമേ. നീ ഞങ്ങൾക്കാ നിൻ സുതനോട്. അമ്മേ മരിയേ, പ്രാർത്ഥിക്കണമേ. നീ ഞങ്ങൾക്കാ നിൻ സുതനോട്. അമ്മേ മരിയേ, പ്രാർത്ഥിക്കണമേ. നീ ഞങ്ങൾക്കാ